നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. അവസരങ്ങൾ പലകുറി വന്നപ്പോഴും മാറി നിന്നാണ് പ്രിയങ്കയ്ക്ക് ചരിത്രം. ഒടുവിൽ നിർണായക ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്, അതും കേരളത്തിൽ നിന്ന്. രാഹുലിന്റെ പകരക്കാരിയായി ഗാന്ധി കുടുംബാംഗം തന്നെ വയനാട്ടിലേക്ക് വരികയാണ്. ഉത്തരേന്ത്യയിൽ രാഹുലും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും പട നയിക്കുമ്പോൾ കോൺഗ്രസിന് കൈവരുന്നത് ഒരു പുത്തൻ ഊർജം തന്നെയാണ്. സഹോദരങ്ങൾ കൈകോർക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ കോട്ടകത്തളങ്ങൾ വിറയ്ക്കും എന്ന് നേതൃത്വം പ്രത്യാശിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുവെന്ന പ്രഖ്യാപനം വന്നതോടെ വയനാട്ടിലെ കോൺഗ്രസുകാർ ആവേശത്തിലാണ്. രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞാൽ പ്രിയങ്ക അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു പ്രവർത്തകർക്ക്. ബലിപ്പെരുന്നാൾ ദിവസമായ തിങ്കളാഴ്ച കോൺഗ്രസുകാരുടെ സമൂഹ മാധ്യമത്തിലെ സ്റ്റാറ്റസുകൾ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടായിരുന്നുവെങ്കിൽ പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നതോടെ പ്രിയങ്കയുടെയും രാഹുലിന്റെയും ഒക്കെ ചിത്രമായി സ്റ്റാറ്റസ് മാറുകയായിരുന്നു. പെരുന്നാൾ ദിനത്തിൽ സന്തോഷിക്കാൻ അവർക്ക് മറ്റൊരു കാരണം കൂടിയായി അത് മാറി. റായ്ബറേലിയിൽ രാഹുൽ ജയിച്ചപ്പോൾ ഇത്തവണ വയനാട് ഒഴിയും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. വയനാട് തന്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഇടയ്ക്കിടെ പറയുന്നതിനാൽ അത്ര എളുപ്പത്തിൽ രാഹുലിന് വയനാട് ഉപേക്ഷിച്ചു പോകാൻ സാധിക്കുമായിരുന്നില്ല. പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന നേതാവായാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ കാണുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം രാഹുലിന് വയനാട്ടിൽ തുടരാൻ അനുകൂലമായിരുന്നില്ല. ഒറ്റ ചോദ്യം മാത്രമേ അവശേഷിച്ചുള്ളൂ: പ്രിയങ്ക മത്സരിക്കുമോ ഇല്ലയോ? അതിനുത്തരമായതോടെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പാർട്ടി കടക്കുകയാണ്. രണ്ടാം ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ പ്രഖ്യാപനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവോടെ വയനാട്ടിൽ ഉണ്ടാകുക എന്നാണ് മിക്ക നേതാക്കളും അഭിപ്രായപ്പെടുന്നത്. പ്രിയങ്ക താഴെത്തട്ടിലുള്ള ജനങ്ങളെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന ആളാണെന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അവർ പറയുന്നുണ്ട്. ധീരവനിതയായിരുന്നു ഇന്ദിരാഗാന്ധി. അവരുടെ ധൈര്യവും സ്നേഹവും കരുതലോടെയുള്ള രാഷ്ട്രീയ നേതാവാണ് പ്രിയങ്ക. പ്രിയപ്പെട്ടവരെ അമ്പരപ്പിക്കാൻ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്താൻ മിടുക്കിയാണ് പ്രിയങ്ക. സ്നേഹരാഷ്ട്രീയവും ജനാധിപത്യ അവകാശങ്ങളും ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരിക്ക് പ്രിയവുമാണ്. മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യവും മുഖഛായയും അമ്മ സോണിയാഗാന്ധിയുടെ പ്രസരിപ്പുമാണ് പ്രിയങ്കയെ വേറിട്ട് നിർത്തുന്നത്. സങ്കടത്തിന്റെ അലയാഴത്തിൽ ഉലയാത്ത ആഹ്ലാദത്തിന്റെ പൂരപ്പറമ്പിൽ ആർപ്പ് വിളിക്കുന്ന ഊർജ്ജസ്വല, ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുകയും അനായാസമായി സംവദിക്കുകയും ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിലെ സ്വാഭാവിക രാഷ്ട്രീയക്കാരിയാണ് പ്രിയങ്ക. കോൺഗ്രസ് കാത്തു സൂക്ഷിച്ച റാണി തുറുപ്പുചീട്ട്. കുടുംബമഹിമ വച്ചുനീട്ടുന്ന ആനുകൂല്യങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ച് രാഹുൽ ബോധവാനായിരുന്നു. അതിനാൽ യോഗ്യതയുണ്ടെന്ന് തെളിയിച്ച് മാത്രം സ്ഥാനമേൽക്കാൻ താല്പര്യപ്പെട്ടു. 10 വർഷം ഭരണത്തിന്റെ പിന്നണിയിലും അടുത്ത 10 വർഷം പ്രതിപക്ഷത്തിന്റെ മുന്നണിയിലും നിന്ന് രാഹുൽ പല അവസ്ഥകളിൽ രാജ്യത്തെയും രാഷ്ട്രീയത്തെയും കണ്ടറിഞ്ഞു. ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യ മുഴുവൻ നടന്നെത്തി, ജനമനസ്സുകളെ തൊട്ടു. രാഹുലിന്റെ പൂർണ്ണ പിന്തുണയേകി കൂട്ടുകാരിയെ പോലെ പ്രിയങ്കയും ഒപ്പം നിന്നു. അറിവും അഴകും ഗാംഭീര്യവും ഒത്തുചേരുന്ന നേതാവാണ് പ്രിയങ്ക. കോട്ടൺ സാരി ഉടുത്ത ബോബ് ചെയ്ത മുടിയുമായി മുന്നിൽ വന്ന് നിന്നാൽ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന ഭാവമാണ് പ്രിയങ്കയ്ക്കുള്ളത്. രാഹുൽ വയനാട്ടുകാരെ വഞ്ചിച്ചു എന്ന പ്രതിപക്ഷ ആരോപണത്തിനും പ്രിയങ്കയിലൂടെ മറുപടി കൊടുക്കാനായി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നേട്ടമായി അവർ പറയുന്നുണ്ട്. 2004 റായ്ബറേലിയിൽ മത്സരിച്ച സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായിട്ടായിരുന്നു പ്രിയങ്കയുടെ തുടക്കം. സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സജീവമായിരുന്നു. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ മൊത്തം രാഷ്ട്രീയ പ്രചരണങ്ങളിൽ ഏർപ്പെട്ട സമയത്ത് അമേഠിയും റായ്ബറേലിയും അടക്കമുള്ള 10ഓളം മണ്ഡലങ്ങളുടെ പൂർണ്ണ ചുമതലയായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരുന്നത്. 2019 സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും AICC ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഉത്തർപ്രദേശിന്റെ ചുമതലക്കാരിയായിട്ടായിരുന്നു പാർട്ടി നിയോഗിച്ചത്. വയനാടിനെ സംബന്ധിച്ചും പ്രിയങ്ക പുതുമുഖമല്ല എന്നതാണ് പ്രത്യേകത. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു പ്രിയങ്ക. അതിനു പുറമെ രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനത്ത് അയോഗ്യത വന്നപ്പോൾ ജനങ്ങളെ കാണാൻ വയനാട്ടിൽ എത്തിയപ്പോഴും പ്രിയങ്ക ഒപ്പമുണ്ടായിരുന്നു.
അന്ന് ഒരു ജനത മുഴുവൻ രാഹുലിനും പ്രിയങ്കയ്ക്കും പിന്നിൽ അണിനിരന്നിരുന്നു. രാഹുലിനെ അയോഗ്യനാക്കിയതിന്റെ പ്രതിഷേധം കൽപ്പറ്റയിലെ തെരുവിൽ അലതല്ലി ഇളകിയപ്പോഴും അല്ലെങ്കിൽ ആർത്തിരമ്പുകയും ചെയ്തിരുന്നു. ഒടുവിൽ വയനാട്ടിൽ രണ്ടാം വട്ടവും രാഹുൽ മത്സരിക്കാനെത്തിയപ്പോഴും ക്യാമ്പയിനുകളിൽ പ്രിയങ്ക സജീവമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കത്തിക്കയറിയ പ്രിയങ്കയ്ക്ക് അന്ന് വൻ വരവേൽപ്പാണ് വയനാട്ടുകാർ നൽകിയത്. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ജനവിധി തേടുന്നതോടെ വലിയൊരു ചരിത്രത്തിനു കൂടിയാണ് വയനാട് സാക്ഷിയാകാൻ പോകുന്നത്. വിജയിച്ചാൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ സമയം 3 പേർ പാർലമെന്റിലെത്തുന്നു എന്ന ചരിത്രമാണ് കുറിക്കപ്പെടുന്നത്. കൂടാതെ പ്രിയങ്ക എത്തുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു.